കഴിഞ്ഞ ഒരാഴ്ചയായി പാലക്കാട് വാണിയംകുളത്തുകാർ വലിയ ആശങ്കയിലായിരുന്നു. ഇവിടെ പനയൂരെന്ന പ്രദേശത്തെ 3 അംഗ കുടുംബത്തെ ഒരു രാത്രി വെളുത്തപ്പോൾ കാണാതായ സംഭവം പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടി. ബന്ധുവീടുകളിൽ ഉൾപ്പെടെ നാടെങ്ങും അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടിയില്ല. ഒടുവിൽ 7-ാം ദിവസം ഇവരെ കണ്ടെത്തി. അങ്ങ് കർണാടകയിലെ ചാമരാജ് നഗറിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. ഇവർ ഷൊർണൂരിൽ നിന്ന് പോയ പിക്കപ്പ് ലോറി പിന്തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ചാമരാജ് നഗറിലെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതകളും കാരണം നാടുവിട്ടെന്നാണ് വിവരം. ഒൻപതാം തീയതിയാണ് ഷൊർണൂർ വാണിയംകുളം പനയൂരിൽ നിന്ന് ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെ കാണാതായത്. വിവരമറിഞ്ഞപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു. 2 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് നാട്ടിലും ബന്ധുവീടുകളിലും ഇവരെ കണ്ടെത്താൻ ശ്രമം നടത്തിയത്. സ്വന്തം പിക്കപ്പിലായിരുന്നു യാത്ര. പുലർച്ചെ പനയൂരിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഇവർ ചെർപ്പുളശ്ശേരി വഴി മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചത് പോലീസിന്റെ CCTVയിൽ പതിഞ്ഞിരുന്നു. 3 പേരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടായിരുന്നു യാത്ര. ഇത് പോലീസിനെ ആകെ വലച്ചു. പിന്നെ മലബാറിലെ പോലീസിന്റെ വിവിധ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചായി അന്വേഷണം. നാടുകാണി ചുരം വഴി ഇവർ സഞ്ചരിച്ച വാഹനം കർണാടക ബോർഡർ കടന്നുവെന്നും മണിക്കൂറുകൾക്ക് ശേഷം അതേ വാഹനം തിരികെ വന്നതായും വഴിയിൽ ഉപേക്ഷിച്ചതായും പോലീസ് കണ്ടെത്തി. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ചുരം കടന്ന വാഹനത്തിൽ വിഷ്ണുവും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. തിരികെ വന്നപ്പോൾ വിഷ്ണു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ചെറിയ ആശങ്കയ്ക്ക് കാരണമായി. എന്നാൽ ഇതിൽ പിടിച്ചുള്ള അന്വേഷണത്തിൽ ഇവർ ചാമരാജ് നഗറിൽ വീട് വാടകയ്ക്കെടുത്തിരുന്നുവെന്നും അച്ഛനെയും അമ്മയും അവിടെയാക്കി വിഷ്ണു മടങ്ങിവന്ന് വാഹനം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും വ്യക്തമായി. വാഹനത്തിന്റെ പേരിൽ സാമ്പത്തിക ബാധ്യതയുള്ള ധനമിടപാട് സ്ഥാപനം വാഹനം ഏറ്റെടുത്തോട്ടെ എന്ന ലക്ഷ്യത്തിലാണ് റോഡിൽ ഉപേക്ഷിച്ചത്. അന്ന് രാത്രി വിഷ്ണു വാഹനത്തിൽ തന്നെ കിടന്നുറങ്ങി. ഉപേക്ഷിച്ച സ്ഥലത്തു നിന്നും പിറ്റേ ദിവസം രാവിലെ ബസ്സിൽ വാടക വീട്ടിലെത്തുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് നാട് വിട്ടു പോകാൻ കാരണമായതെന്ന് പോലീസിനോട് പറഞ്ഞു. 300ഓളം CCTV ക്യാമറകളാണ് ഇവർക്ക് വേണ്ടി പോലീസ് പരിശോധിച്ചത്. കേരളത്തിലെയും കർണാടകയിലും ഉൾപ്പെടെ പല ആരാധനാലയങ്ങളിലും ലോഡ്ജുകളിലും പോലീസ് അന്വേഷിച്ചു. ഒടുവിലാണ് കർണാടക മൈസൂർ റോഡിൽ നിന്ന് 7 കിലോമീറ്ററോളം മാറി ഉൾഗ്രാമത്തിൽ ഒരു തോട്ടത്തിനുള്ളിൽ വാടക വീട്ടിൽ നിന്ന് ഇവരെ കണ്ടെത്തിയത്. ഷൊർണൂർ SI KP അശ്വിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ്, സിവിൽ പോലീസ് ഓഫീസർ സുജി ശേഖർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും സർക്കിൾ ഇൻസ്പെക്ടർ P വിഷ്ണു, ASI അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ്, സുഭാഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്ന മറ്റൊരു സംഘവുമാണ് കാണാതായവർക്കായി അന്വേഷണം നടത്തിയത്. ന്യൂസ് 18 ഷൊർണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.